കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം നമ്മൾ ജീവിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, നമ്മുടെ എല്ലാ ജീവിത മേഖലകളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നമ്മുടെ ശരീരം എന്താണ്, എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പലപ്പോഴും നമ്മുടെ ശരീരത്തെ ഇന്നത്തെ കാലഘട്ടം ഒരുപക്ഷെ ഒരു വസ്തുവായിട്ട്, അല്ലെ, ഒരു വിൽപ്പന ചരക്കായിട്ടാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് മാറാത്തത് കൊണ്ടും യഥാർത്ഥത്തിൽ എന്തിനാണ് ദൈവം എനിക്കൊരു ശരീരം തന്നത്, ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാനിപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലൊക്കെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇതിന് ബേസിക്കലി സഭയിൽ ഉള്ളൊരു പഠനത്തെ വേണമെങ്കിൽ നമുക്കൊരൊറ്റ പദം കൊണ്ട് വേണമെങ്കിൽ പറയാം, തിയോളജി ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം. ഇത് നമുക്ക് നമുക്കുള്ള ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്കിത് തന്നത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. 1979 മുതൽ 1984 വരെ അദ്ദേഹം എല്ലാ ബുധനാഴ്ചകളിലും ആളുകൾക്ക് കൊടുത്തിരുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഒരു രൂപമാണ് ഈ ഒരു തിയോളജി ഓഫ് ദ ബോഡി. ഒരുപക്ഷെ അന്നത്തെ കാലത്തേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ലൈംഗികതയെക്കുറിച്ചും നമ്മുടെ സെക്ഷുവാലിറ്റിയുടെ എല്ലാ തരത്തിലുള്ള മേഖലകളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ട സമയമാണ്. കാരണം ഇന്ന് സമൂഹത്തിൽ, മാധ്യമങ്ങളിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ പവിത്രതയെയും പരിശുദ്ധിയെയും ഒക്കെയാണ്. അപ്പോൾ പലർക്കും അറിയത്തില്ല, പലർക്കും ആ ഒരു ആഴമായ ഒരു ബോധ്യവും ഒരു അവബോധവും ഒന്നും ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചോ ശുദ്ധതയെക്കുറിച്ചോ ഒന്നും പലയിടത്തു നിന്ന് കിട്ടിയിട്ടില്ല. ഇത് ആരുടെയും കുറ്റമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ചിന്തിക്കുമായിരുന്നു, ഇത് നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ രൂപം, അതായത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ പുസ്തകം ഇത്രയും കട്ടിയുണ്ട്, ഇത്രയും കട്ടിയുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു രൂപം, അതിൻ്റെ ബേസിക്, അതിൻ്റെ സ്കെലിട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം, അതുമാത്രം നിങ്ങളോട് ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തോടെടുക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഒരിക്കലും നമ്മൾ പിതൃത്വത്തെക്കുറിച്ച് പറഞ്ഞതും. ഞാൻ ഓർത്തു, ഇനി മാതൃത്വത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇത് കൊടുത്തു കഴിഞ്ഞാലേ എന്താണ് ശരിക്കും ഒരു സ്ത്രീത്വമെന്നും മാതൃത്വം എന്നൊക്കെ നിങ്ങളോട് ഒരിക്കലും എനിക്ക് പറയേണ്ടി വന്നാൽ അത് പറയാൻ പറ്റും. അപ്പോൾ ഇത് പറയുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ ആരാണ് ദൈവം, എന്താണ് ദൈവം എന്ന് ചോദിച്ചാൽ ഏറ്റവും നിർമ്മലതയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ഉത്തരം പറയും? ദൈവം സ്നേഹമാകും, അല്ലേ? ദൈവം സ്നേഹമെന്ന്, ഗോഡ് ഈസ് ലവ്, അല്ലേ? വചനം 1 യോഹന്നാൻ 4:8, അല്ലേ? ദൈവം സ്നേഹമെന്ന്, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹിക്കുന്നു എന്നല്ല, ദൈവം സ്നേഹമാകുന്നു. ഓക്കെ, അത് മനസ്സിൽ വെച്ചോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, വിവാഹ ജീവിതം ഒത്തിരിയേറെ ജീവിച്ചവരും വിവാഹത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരും വിവാഹ ജീവിതം അടിച്ചു പൊളിച്ച് നടക്കുന്നവരും ഒക്കെ, അല്ലെങ്കിൽ പ്രേമിക്കുന്നവരും സ്നേഹിക്കുന്നവരും സ്നേഹം കൊടുക്കുന്നവരായ നിങ്ങളോട് എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് സ്നേഹം? പല ആവർത്തി നമ്മൾ ഇതിന് മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് സ്നേഹം? എന്നെ നിങ്ങളിങ്ങനെ ക്രൂരമായിട്ടൊന്നും നോക്കണ്ട, ഞാൻ നിങ്ങളോട് മോശമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. എന്താണ് സ്നേഹം? നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ കാച്ചിക്കുറുക്കി പറയുന്നൊരു പദമാണ് സ്നേഹം. പൊതുവേ ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാത്തിനും ഒറ്റ പദമേ ഉള്ളൂ. അപ്പനെ നോക്കിയും പറയും ഐ ലവ് യു, അമ്മയെ നോക്കിയും പറയും ഐ ലവ് യു, ഗേൾ ഫ്രണ്ടിനെ നോക്കിയും പറയും ഐ ലവ് യു, വൈഫിനെ നോക്കിയും ഹസ്ബൻഡിനെ നോക്കിയും പറയും ഐ ലവ് യു, അല്ലേ? മലയാളത്തിലും കുറേയൊക്കെ നമ്മൾ ഇച്ചിരിയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലും സ്നേഹം എന്ന് പറയുന്നത്, പക്ഷെ ഇച്ചിരിയും കൂടി നമ്മൾ മാറ്റി പറയും, ഇഷ്ടം എന്നും കൂടി നമ്മൾ പറയും. പക്ഷേ സ്നേഹമാണോ ഇഷ്ടം? സ്നേഹത്തിനും ഇഷ്ടത്തിനും അപ്പുറം ഒരു സാധനം കൂടിയുണ്ട്, കാമം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലസ്റ്റ്. ഇതൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പം നിങ്ങളോട് ഒരാളെ ചോദിക്കുകയാണ്, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളോട് പറയുവാണ്, എടി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അല്ല എടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഷ്ടവും സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇഷ്ടം താൽക്കാലികമാണ്, സ്നേഹമോ നീണ്ടു നിൽക്കുന്നതാണ്. ഇഷ്ടം ഒരു വികാരമാണ്. വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് നാളെ അങ്ങ് മാറിഞ്ഞു പോകുന്നതാണ്, അല്ലേ? ഒരു മുട്ടായിയോട് തോന്നുന്ന ഇഷ്ടം, ഐസ്ക്രീമിനോട് തോന്നുന്ന ഇഷ്ടം, അല്ലെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ഒരു ഗുണഗണങ്ങളോട് മാത്രമാണ് ഇഷ്ടം തോന്നുന്നത്.
ആ വ്യക്തിയിലോട്ട് ഞാൻ നോക്കുമ്പോൾ ആ വ്യക്തിയിൽ നല്ല വികാരം എന്ന് പറഞ്ഞത് ഒരാളിലുള്ളതും പ്രകടിപ്പിക്കുന്നതുമായതിനോട് എനിക്ക് തോന്നുന്ന ഒരു അടുപ്പം, അതാണൊരു വികാരം. ഇഷ്ടം എന്ന് പറയുന്നിടത്ത് അതാണ് വരുന്നത്. ഒരാളുടെ ഉള്ളിലുള്ളതും ആ വ്യക്തി പ്രകടിപ്പിക്കുന്നതിനുമായതിനോട് എനിക്കുള്ളൊരു അടുപ്പം. എന്നാൽ സ്നേഹം അതിനേക്കാളുമൊക്കെ സ്നേഹം ഒരു സ്വഭാവമാണ്. അപ്പോൾ അക്വീനാസ്, വിശുദ്ധ തോമസ് അക്വീനാസ് പറയും, അവരെൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതും അവരെൻ്റെ നന്മ ആഗ്രഹിക്കുന്നതുമാണ് യഥാർത്ഥമായ സ്നേഹമെന്ന് അക്വീനാസ് പറയും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി സ്വയം ഒരു സമ്മാനമായിട്ട് ദാനമായിട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. സഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു യഥാർത്ഥമായ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി സ്വയം ഒരു ദാനമായി അല്ലെങ്കിൽ സമ്മാനമായി കൊടുക്കുന്നതാണ് സ്നേഹം. അവരെൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ സ്വയം ദാനമായി അല്ലെങ്കിൽ സമ്മാനമായിട്ട് എന്നെ തന്നെ പൂർണ്ണമായിട്ടും കൊടുക്കുന്നതാണ് സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ സ്വഭാവം എടുക്കുന്നതാണോ കൊടുക്കുന്നതാണോ? സ്നേഹത്തിൻ്റെ സ്വഭാവം കൊടുക്കുന്നതാണ്. സ്നേഹത്തിൻ്റെ സ്വഭാവം നൽകുന്നതാണ്. സ്നേഹം ഒരിക്കലും എന്നിൽ കേന്ദ്രീകൃതമല്ല. എനിക്കെന്നാ കിട്ടും, എനിക്കെന്നാ ലഭിക്കും, എനിക്ക് സുഖം ഉണ്ടാകുമോ, സന്തോഷം ഉണ്ടാകുമോ എന്നൊന്നും സ്നേഹം നോക്കുന്നില്ല. സ്നേഹം എപ്പോഴും ശ്രദ്ധിക്കുന്നത് അപരനിലേക്കാണ്. ആ വ്യക്തിക്ക് നന്മയുണ്ടാവണം, ആ വ്യക്തിക്ക് ഏറ്റവും ലഭിക്കാവുന്ന ഏറ്റവും നല്ല നന്മയുണ്ടാവണം, ഉയർച്ചയുണ്ടാവണം. അപ്പോൾ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്യൂർ എക്സാമ്പിൾ എവിടെയാണ് നമ്മൾ കാണുന്നത്? കുരിശിൽ. യോഹന്നാൻ 3:16, തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചത് എങ്ങനെ? ഈശോയെ നൽകിക്കൊണ്ടാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത്. അത് മനസ്സിൽ വെച്ചു. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് വരാം. അപ്പം സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. സ്നേഹം നൽകുന്നതാണ്, ഇഷ്ടവും കാമവും എല്ലാം എടുക്കുന്നതാണ്. അല്ല, ഇഷ്ടവും കാമവും ഒക്കെ ശ്രദ്ധിക്കുന്ന എന്തിലോട്ടാ? എനിക്കൊരു സുഖം കിട്ടണം, എനിക്ക് സന്തോഷം ഉണ്ടാവണം. മറ്റൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് ബാധകമല്ല. മറ്റൊരാൾ എങ്ങനെ എന്ത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു, ആ വ്യക്തിക്ക് എന്ത് അനുഭവപ്പെടുന്നു, ആ വ്യക്തിയുടെ മനോഗതി എന്താണ്, ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ എന്താണ്, എൻ്റെ ആകപ്പാടെയുള്ള കാഴ്ചപ്പാട്, ഞാൻ എന്തിനേലും ഇഷ്ടപ്പെടുമ്പോൾ, ഞാൻ എനിക്ക് എന്തിനോടെങ്കിലും കാമം തോന്നുമ്പോൾ, എൻ്റെ ഉള്ളിലുള്ള ആകപ്പാടെയുള്ള കാഴ്ചപ്പാട് എനിക്കെന്ത് കിട്ടും, എനിക്ക് ഉപകരിക്കുമെങ്കിൽ അതിനെ ഞാൻ നോക്കും, അതിനെ ഞാൻ ഉപകാരമുള്ളതായിട്ട് കണക്കാക്കും. എനിക്ക് ഒരു ഉപകാരമില്ലാത്തതാണെങ്കിൽ ഞാൻ അതിനൊരു ഉപകാരമുള്ളതായിട്ട് കണക്കാക്കത്തില്ല. അപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടവും കാമവും ഒക്കെ. സ്നേഹം ഉപയോഗിക്കുന്നതല്ല, സ്നേഹം ഉയർത്തുന്നതാണ്, സ്നേഹം നൽകുന്നതാണ്. അതാണ് സ്നേഹവും ഇഷ്ടവും കാമവും തമ്മിൽ. അതെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ലവ് ആൻഡ് ലസ്റ്റ്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ലസ്റ്റ് എന്ന് പറഞ്ഞാൽ കാമം, കാമാസക്തി. എന്താണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എനിക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ, എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ മാത്രമേ ഞാനതിനെ പരിഗണിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാനതിനെ പരിഗണിക്കില്ല. സ്നേഹം എന്നാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ലാഭമുണ്ടോ എന്നല്ല, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് സ്നേഹം. ഓക്കെ, ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാനായിട്ട്. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ തുറക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം തുറന്നു. നമ്മൾ കുറച്ച് നേരം ഉൽപ്പത്തി കിടന്നിങ്ങനെ കറങ്ങും കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. 26 നമുക്ക് ആദ്യം വായിക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. മതി. ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആരായി നമുക്ക്? ആരായി നമ്മുടെ? അവരെ നമ്മൾ എന്നാ വിളിക്കുന്നത്? ത്രിത്വൈക ദൈവം അല്ലേ, ട്രിനിറ്റി. അപ്പോൾ ദൈവം ആരാകുന്നു വെച്ചിട്ട് നമ്മൾ പറഞ്ഞേ, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ത്രിത്വൈക ദൈവം എന്താകുന്നു? സ്നേഹമാകുന്നു. ഈ സ്നേഹം എന്ന് പറയുന്നതിന് തനിയെ നിൽക്കാൻ പറ്റില്ല അല്ലേ. എനിക്ക് സ്നേഹിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും വേണം അല്ലേ. എനിക്ക് സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ, എന്നാലല്ലേ സ്നേഹമാകുള്ളൂ. സ്നേഹത്തിന് തനിയെ തന്നെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് ചെറിയൊരു ഐഡിയ നമുക്കുണ്ടാകണം.
ത്രിത്വൈക ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കാം കേട്ടോ, അല്ലേ? ത്രിത്വൈക ദൈവത്തിനെ ഇഴകീറി പരിശോധിച്ച് ത്രിത്വൈക ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റുമോ? ദൈവത്തിനെ മനസ്സിലാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ ഈ പേട്ട് ബുദ്ധി എൻ്റെ തലയിൽ ഇട്ട് തന്നതാരാ? എൻ്റെ ഈ ബ്രെയിൻ ഇവിടെ കൊണ്ട് തന്നതാരാ? അത് ദൈവമാണ് എനിക്ക് ഈ ബ്രെയിൻ തന്നതെങ്കിൽ ഈ ബ്രെയിൻ കൊണ്ട് ഞാൻ ദൈവത്തെ അങ്ങ് കീഴടക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. ഞാൻ വെറും ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല പൂർണ്ണമായിട്ടും. ദൈവം എനിക്ക് എന്ത് വെളിപ്പെടുത്തി തരുന്നോ അതുമാത്രമാണ് ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ദൈവത്തേക്കാൾ വലുതാകാൻ ശ്രമിക്കുവാണ്. എൻ്റെ മുൻപിൽ ഒരു ചോദ്യം ഇടുവാണ്, 2+2 എത്രയാണെന്ന് ചോദിക്കുവാണ്, 2 എത്രയാണെന്ന് ചോദിക്കുവാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്തടത്തോളം കാലം, അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റാത്തടത്തോളം കാലം ഞാനാണോ വലുത്? ആ പ്രോബ്ലമാണ് വലുത്. കാരണം എനിക്കതിനെ ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ 2+2 = 4 എന്ന് പറയാൻ പറ്റുന്നിടത്ത് ഞാനതിനെ പരിഹരിച്ചു. ഇപ്പോൾ ആരാ വലുത്? ഇപ്പം ആ മാത്സിൻ്റെ പ്രോബ്ലത്തേക്ക് ആരാ വലുത്? ഞാനാ വലുത്. അപ്പോൾ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന മണ്ടത്തരം. ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റില്ല. അവൻ വെറും സൃഷ്ടി മാത്രമാണ്. ദൈവം നമുക്ക് എന്ത് വെളിപ്പെടുത്തി തരുന്നോ അതുമാത്രമേ സ്വീകരിക്കാനും ദൈവത്തെക്കുറിച്ച് അറിയാനും നമുക്ക് പറ്റുള്ളൂ. ഒരു താക്കോൽ ദ്വാര കാഴ്ച, അല്ലേ? നമ്മൾ ഒളിഞ്ഞു നോക്കുമ്പോൾ ഇച്ചിരി കാണാൻ പറ്റുള്ളൂ, മൊത്തം കാണാൻ പറ്റത്തില്ല, അല്ലേ? അതുപോലെയാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. നമ്മൾ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ദൈവത്തെ സമീപിക്കാൻ. ഓക്കെ, അപ്പോൾ ത്രിത്വൈക ദൈവത്തിൽ ആരൊക്കെയുണ്ട്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സ്നേഹം മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി സ്വയം ശൂന്യമായി അല്ലെങ്കിൽ ദാനമായി കൊടുക്കുന്നതാണ്. അപ്പം സ്നേഹം എന്നൊരു സംഭവം ഉണ്ടാവണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? മിനിമം 2 പേര് വേണം, അല്ലേ? സ്നേഹം കൊടുക്കാൻ ഒരാളും സ്നേഹം മേടിക്കാൻ ഒരാളും. ഓക്കെ, ഇനി എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് പറയുമ്പം അപ്പോൾ ആ സ്നേഹം എവിടെ ഇരിക്കുന്നത്? ഇതാണ് പ്രശ്നം. അല്ല, എനിക്കറിയാം എനിക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ട്. ഞാൻ എൻ്റെ അപ്പനോട് പറയുകയാണ്, അപ്പ ഐ ലവ് യു എന്ന് പറയുന്നിടത്ത് എനിക്കറിയാം സ്നേഹമുണ്ടെന്ന്. നമ്മുടെ ഉള്ളിലാണോ സ്നേഹം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലാണോ, നമ്മുടെ പുറത്താണോ സ്നേഹം എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുമാണ് സ്നേഹം. ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ സ്നേഹം കൊടുക്കുന്ന ഒരാളെ സ്നേഹം സ്വീകരിക്കുവാണെങ്കിൽ, അപ്പോൾ ഇനി ചിന്തിക്കുക, എല്ലാത്തിൻ്റെയും ഉറവിടം എവിടെ നിന്നാണ്? ദൈവത്തിൽ 3 ആളുകളുണ്ട്. അതിൽ ആരിലാണ് എല്ലാത്തിൻ്റെയും ഉറവിടം? പിതാവായ ദൈവം. അതുകൊണ്ടാണ് ആ പിതാവായ ദൈവത്തിനെ എന്തെന്ന് വിളിക്കുന്നത്? പിതാവ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഈ കുട്ടികളുടെയൊക്കെ മാസികയിൽ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ ചോദ്യോത്തരങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോൾ അവർക്കിങ്ങനെ ഈ കുഞ്ഞു ചോദ്യങ്ങളുണ്ടല്ലോ, നമുക്ക് തലകുത്തി നിന്നാലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില കുഞ്ഞു ചോദ്യങ്ങൾ. അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് പിതാവായ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്? അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ത്രിത്വത്തിൻ്റെ ഒരു ക്ലാസ് തന്നെ എടുക്കണം. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ പിതാവായ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് പിതാവിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. ഒരു അപ്പൻ്റെ സ്വഭാവം, ആ അപ്പനിൽ നിന്നാണ് എന്ത് പുറപ്പെടുന്നത്? ജീവൻ പുറപ്പെടുന്നത്. ഓക്കെ, അപ്പം പിതാവ് സ്നേഹിക്കുന്നയാളും പുത്രൻ ആരാണ്? സ്നേഹം സ്വീകരിക്കുന്ന ആളുമാണ്. അപ്പോൾ പിതാവ് എപ്പോഴും പുത്രനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. പുത്രൻ ആ സ്നേഹം സ്വീകരിച്ച് തിരിച്ച് പിതാവിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധമാണ്. പരസ്പരമുള്ള ഇച്ചിരിയൊക്കെ ഈ ഒരു 5 മിനിറ്റത്തേക്ക് നിങ്ങളുടെ തലയൊക്കെ ഒന്ന് കുലുക്കി തലച്ചോറൊക്കെ ഒന്ന് ഫ്രഷാക്കി വെച്ചോ കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾ ഒന്ന് തലച്ചോറ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇച്ചിരി കൂടി നമുക്ക് എളുപ്പമാണ്. അത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. പിതാവ്, അല്ലേ? സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്വയം കൊടുക്കുന്നതാണ്, അല്ലേ? സ്വയം ദാനമായിട്ട് കൊടുക്കുന്നതാണ്. പ്യുവർ സ്നേഹത്തിൽ എന്തെങ്കിലും മിച്ചം വെച്ചേക്കുമോ? ഇല്ല, മൊത്തമായിട്ട് കൊടുക്കും. അപ്പോൾ പിതാവായ ദൈവം തന്നെ മൊത്തമായിട്ട് ഒരു സമ്മാനമായിട്ട് ആർക്ക് കൊടുക്കുന്നു? പുത്രനായ ദൈവത്തിന് കൊടുക്കുന്നു. പുത്രനായ ദൈവം ആ സമ്മാനം മേടിച്ചിട്ട്, അത് മേടിക്കാൻ ആരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? പുത്രനായ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ സമ്മാനം പുത്രനായ ദൈവം മേടിച്ചിട്ട് അതേ സമ്മാനം തന്നെ പൂർണ്ണമായിട്ടൊരു സമ്മാനമായിട്ട് ആർക്ക് കൊടുക്കുന്നു? പിതാവായ ദൈവത്തിന് കൊടുക്കുന്നു. അവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ കൈമാറ്റം, അല്ലെങ്കിൽ ഈ ഒരു കൈമാറ്റം, ഈ ഒരു ബന്ധമാണ് ആര്? പരിശുദ്ധാത്മാവ്.
അല്ലേ? ആ ഒരു സ്നേഹബന്ധമാണ് ആര്? പരിശുദ്ധാത്മാവ്. പിതാവ് പൂർണ്ണമായിട്ടും, അതായത് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്, ഇതിൻ്റെ അകത്ത് ഇച്ചിരി കുറവാണ്, അവിടെ മെത്തി മുഴുവനെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലത്തെ തന്നെ മറ്റൊരു ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി പോലും വെള്ളം കളയാതെ മൊത്തമായിട്ട് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മുഴുവനായിട്ട് കൊടുക്കണമെങ്കിൽ ഇതേ അളവും ഇതേ ആകാരവും ഇതേപോലെയുള്ളൊരു ഗ്ലാസ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഈ ഗ്ലാസ്സിൽ നിന്ന് മറ്റേ ഗ്ലാസ്സിലേക്ക് മൊത്തമായിട്ട് വെള്ളം പകരുന്നു. എന്തുമാത്രം കൊടുക്കാൻ പറ്റുന്നില്ല? ഞാൻ ഈ ഗ്ലാസ്സിൽ നിന്നൊരു ഈ മൊത്തം വെള്ളം എടുത്തിട്ട് അപ്പുറത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. എന്തുമാത്രം അപ്പുറത്തെ ഗ്ലാസ്സിലേക്ക് കയറുന്നില്ല? ഗ്ലാസ് മാത്രം കയറത്തില്ല. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ എന്തുമാത്രം കൊടുക്കുന്നില്ല പുത്രന്? എന്തുമാത്രം പുത്രനുമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല? പിതൃത്വം. ഓക്കെ, പിതാവായ ദൈവം തൻ്റെ പിതൃത്വം എന്ന ഐഡൻറ്റിറ്റി ഒഴികെ ബാക്കി എല്ലാം പുത്രനുമായിട്ട് ഷെയർ ചെയ്യുന്നു. പുത്രൻ അത് സ്വീകരിച്ച് തിരിച്ചൊരു സമ്മാനമായിട്ട് ആർക്ക് കൊടുക്കുന്നു? പിതാവിന് കൊടുക്കുന്നു. ഒരു ഗിഫ്റ്റായിട്ട് ആർക്ക് കൊടുക്കുന്നു? പിതാവിന് കൊടുക്കുന്നു. ഈ ഗിഫ്റ്റാണ് എന്ത്? ഇവർ തമ്മിൽ കൈമാറുന്ന ഈ ഗിഫ്റ്റാണ് എന്ത്? പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഈ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല, ഇവർ തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന സ്നേഹം അത് അവരുടെയും പുറത്താണ്, അല്ലേ? അവരെക്കാൾ അതീതമാണ് ആ സ്നേഹം. ഓക്കെ, ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരിയും കൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇത്രയും ചിന്തിച്ചാൽ മതി. ത്രിത്വം എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ശരിയായൊരു പദപ്രയോഗം തോന്നുന്നില്ല. കമ്മ്യൂണിയൻ, വൺനെസ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം എന്ന് നമ്മൾ കുർബാനയിൽ ചൊല്ലിയത് നിങ്ങൾ കേട്ടായിരുന്നോ എന്നറിയത്തില്ല. സംസർഗം, ഒരുമ, കൂട്ടായ്മ, പരസ്പരമുള്ള ബന്ധത്തിൽ അവർ ഒന്നു ചേർന്നിരിക്കണം. അവരുടെ സ്വഭാവം എന്താണ്? ഈ പരസ്പരമുള്ള ബന്ധമാണ്. ത്രിത്വത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? ത്രിത്വത്തിൻ്റെ സ്വഭാവം എന്താണ്? എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു കൈമാറ്റം നടക്കുന്ന പരസ്പരമുള്ളൊരു ബന്ധമാണ് എന്ത്? ത്രിത്വൈക ദൈവം. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും ഒരു ഐഡിയ കിട്ടിയെങ്കിൽ റിലാക്സ് ചെയ്തു. ഇനി അത് മനസ്സിലാക്കിയെങ്കിൽ ഇനി വലിയ കുഴപ്പമില്ല. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ത്രിത്വത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. എപ്പോഴും സ്വയം ശൂന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹവും ആ സ്നേഹം സ്വീകരിച്ച് തിരികെ കൊടുക്കുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഫലമാണ്, ഫ്രൂട്ടാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഇനി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവവും എന്താണ്? നമ്മളും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? സ്നേഹത്തിൽ. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? സ്നേഹത്തിൽ. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആര്? നമ്മൾ. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആര്? നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതിനാണ് സ്വയം നൽകുന്ന സമ്മാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ സ്വഭാവം ബേസിക്കലി എന്താണ്? എപ്പോഴും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവവും. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? സ്നേഹം. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ മുറിവ് എന്താണ്? ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം സ്നേഹമാണെങ്കിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ മുറിവ് എന്താണ്? സ്നേഹം കിട്ടാതിരിക്കുക, സ്നേഹിക്കപ്പെടാതിരിക്കുക. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ മുറിവിൻ്റെ ആഴം. നമ്മൾ കാണിക്കുന്ന പരാക്രമങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളത്, അല്ലേ? നമ്മൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാ സ്വഭാവങ്ങളും ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ളൊരു സ്വഭാവം എനിക്ക് സ്നേഹം വേണം, അംഗീകാരം വേണം, അക്സെപ്റ്റൻസ് വേണം, ആദരം വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. സ്നേഹമെന്നാൽ എപ്പോഴും കൊടുക്കുന്നതും സ്വീകരിക്കുന്നതുമായ പരസ്പരമുള്ള ബന്ധമാണ് സ്നേഹം. ഇനി അടുത്ത വചനങ്ങൾ വായിച്ച് 27 വായിച്ച്. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടെ തന്നെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു? സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
നിങ്ങൾക്കൊക്കെ വലത് കൈ ഉണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ വലത് കൈക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുട്ട് നിങ്ങൾക്ക് നിവർക്കാൻ പറ്റുമെങ്കിൽ കൈമുട്ട് നിവർത്തി കരമുയർത്തി ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓക്കെ, ഇനി നമ്മൾ ടക്ക് നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പൂർണ്ണമാകണമെങ്കിൽ ആരൊക്കെ വേണം? സ്ത്രീയും പുരുഷനും വേണം, അല്ലേ? അല്ലെങ്കിൽ എന്തേ ആവത്തുള്ളൂ? പകുതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഇനി 2:18 വായിക്കാം. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തിനെ കുറിച്ച് 2 വിവരണങ്ങളുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ വിവരണത്തിനകത്ത് ഏറ്റവും ചെറുതായിട്ട് പറഞ്ഞു, ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? സ്ത്രീയും പുരുഷനുമായിട്ട് മാത്രമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഈശോയിൽ പ്രിയമുള്ളവർ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സെക്ഷുവാലിറ്റിയെ, നമ്മുടെ ലൈംഗികതയെ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ ലോകവും പിശാചും എല്ലാം ആക്രമിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ള കൺഫ്യൂഷനാണ്, ആണാണോ പെണ്ണാണോ, അതെയോ രണ്ടും അല്ലേ, അത് രണ്ടും കൂടെ കൂടിയതാണോ, അല്ലേ? ഇന്നത്തെ കാലത്ത് എത്ര ഐഡൻറ്റിറ്റി ഉണ്ട്, എത്ര ജെൻഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കൺഫ്യൂഷനും ഉണ്ടാകുമ്പോൾ ബേസിക്കലി നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് നമുക്ക് കാണാം. ഇനി 2:18 ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ കൊടുക്കും. അച്ചുടാ, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യം പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു. പക്ഷെ എന്നാലും ആദത്തിനെ കണ്ടപ്പോൾ ദൈവത്തിനൊരു സങ്കടം. പാവം, അവൻ ഒറ്റയ്ക്കാണല്ലോ. ഇതിനാണ് ആദിയിലുള്ള ഏകാന്തത എന്ന് പറയുന്നത്. ആദിയിലുള്ള ഒറിജിനൽ സോളിറ്റ്യൂഡ്, ഏകാന്തത. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതായത് ഇപ്പോൾ ആദ്യം ദൈവം ആരെ സൃഷ്ടിച്ചേ? ആദത്തെ സൃഷ്ടിച്ചു. ആദത്തിൻ്റെ സ്വഭാവം എന്താണ്? ആദത്തിനെ എവിടുന്ന് ദൈവം സൃഷ്ടിച്ചേ? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിൻ്റെ സ്വഭാവം എന്താണ്? സ്നേഹം എന്നുള്ളത് തന്നെയാണ്. ഈ സ്നേഹം എന്താണ്? കൊടുക്കുന്നതാണോ മേടിക്കുന്നതാണോ? കൊടുക്കുന്നതാണ്. പക്ഷെ ആദത്തിനൊരു പ്രശ്നമുണ്ട്. ആർക്ക് കൊടുക്കും? ആർക്ക് വേണം, ആർക്കിത് വേണം, എന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് പാവം സങ്കടപ്പെട്ടിരിക്കുക. ആരും സ്നേഹിക്കാനില്ല ആദത്തിനെ, അല്ലേ? അതുകൊണ്ടാണ് ദൈവം ആദത്തിനെ നോക്കിയപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ, പുത്രൻ തിരിച്ച് പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ആദത്തിനെ സ്നേഹിക്കാൻ ആരുമില്ല. ആദം ഇങ്ങനെ നോക്കുവാണ്, എന്നെ പൂർണ്ണമായിട്ട് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ഞാനൊരു സമ്മാനമായിട്ട് കൊടുക്കാം. പക്ഷേ ഈ സമ്മാനം ആര് മേടിക്കും? അപ്പോൾ ദൈവം ആദത്തിനോട് പറഞ്ഞു, ചെല്ല്, ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്, അല്ലേ? ലോകത്തിലുള്ള എല്ലാ പക്ഷി മൃഗാദി ലതാദികളെ എല്ലാം ആദ്യത്തെ മുൻപിൽ കൊണ്ടുവന്നു, അല്ലേ? തുളസി ചെമ്പരത്തി മുക്കുറ്റി മുകളിൽ പട്ടി പൂച്ച പിന്നെ വഴുതാര തേള് തുടങ്ങി എല്ലാ സാധനത്തിനും ആദ്യം എന്തിട്ടു? പേരിട്ടു. പക്ഷെ ഇവയിലൊന്നിലും തനിക്ക് ചേർന്ന ഇണയെ അവൻ കണ്ടെത്തിയില്ല. വൈ? എന്തുകൊണ്ടാ? മൃഗങ്ങളുണ്ട്, പക്ഷിലതാദികളുണ്ട്. പക്ഷേ ആദം ചോദിക്കുവാണ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ സ്നേഹം സ്വീകരിക്കുമോ? ഞാൻ എന്നെ ഗിഫ്റ്റായിട്ട് തരാം, നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ? ഞാനിങ്ങനെ വെമ്പിൽ കൊണ്ടിരിക്കുക. എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് എന്നെ തന്നെ സ്വയം നൽകുന്നതാണ് എൻ്റെ സ്വഭാവം. ആ സ്വഭാവം അനുസരിച്ച് എന്നെ ആര് സ്വീകരിക്കും? പട്ടിക്കും പൂച്ചയ്ക്കും പറ്റത്തില്ല, മരത്തിനും ചെടികൾക്കും പറ്റത്തില്ല. എന്തുകൊണ്ട്? മനുഷ്യനും മൃഗങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ അത്? ആദത്തെ ദൈവം സൃഷ്ടിച്ചിട്ട് അവൻ്റെ ഒരൊറ്റ ഊത്ത് വെച്ച് കൊടുത്തായിരുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യനിൽ നിക്ഷേപിച്ചു. അതാർക്കില്ല? മൃഗങ്ങളിലില്ല. അപ്പം മനുഷ്യൻ ശരീരം മാത്രമാണോ? അല്ല, മനുഷ്യന് ശരീരമുണ്ട്, ആത്മാവുമുണ്ട്. അതുകൊണ്ട് മനുഷ്യന് ഇണചേരാൻ ആരോട് ചേർന്ന് മാത്രമേ ഇണചേരാൻ പറ്റുള്ളൂ? മനുഷ്യനോട് ചേർന്ന് മാത്രമേ ഇണചേരാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. കാരണം അവന് ശരീരം മാത്രമല്ല, അവന് ആത്മാവുമുണ്ട്. ഒരാൾ മറ്റൊരാളുമായിട്ട് ഇണചേരുമ്പോൾ അവിടെ ശരീരത്തിൻ്റെ മാത്രം സംയോജനമല്ല, പിന്നെയോ ആത്മീയ തലത്തിലുള്ളൊരു ഒത്തുചേരൽ കൂടി
അവിടെ നടക്കുന്നുണ്ട്. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ശരീരത്തിൻ്റെ ലെവലിൽ മാത്രം സെക്ഷുവാലിറ്റിയെയും ലൈംഗികതയെയും ലൈംഗിക ബന്ധത്തെയും ദാമ്പത്യധർമ്മത്തെ പോലും ഇന്നത്തെ കാലം വരച്ച് കാണിക്കുന്നത്. മറന്നുപോയി, മനുഷ്യനൊരു ആത്മീയ തലമുണ്ടെന്നുള്ളൊരു കാര്യം മറന്നുപോയി. അപ്പോൾ ദൈവം നോക്കിയപ്പം ആദത്തിനോട് പറഞ്ഞു, നീ ഇവനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എല്ലാം നോക്കിക്കോ. ആദം എല്ലാത്തിനും പേരിട്ടിട്ടും തനിക്ക് ചേർന്ന ഇണയെ ആദം അവിടെ കണ്ടെത്തിയില്ല. 1 മുതൽ വായിക്കാം. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഗാഠനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ദൈവം ആദ്യത്തെ സർജറി ചെയ്യുന്നതായിട്ടൊക്കെയാണ് ബൈബിൾ പറയുന്നതെന്നൊക്കെ ചിലർ പറയും അല്ലേ. ആദത്തിൻ്റെ വാരിയെല്ല് കൊണ്ട് ആരെ സൃഷ്ടിച്ചു? സ്ത്രീയെ സൃഷ്ടിച്ചു. ചോദ്യം ഇതാണ്, ഓക്കെ, ദൈവം ആദത്തിൻ്റെ ഇടതുവശത്തെ വാരിയെല്ലിൽ നിന്നാണോ വലതുവശത്തെ വാരിയെല്ലിൽ നിന്നാണോ ഹവ്വായെ സൃഷ്ടിച്ചേ? അതിനാ ഇടതുവശത്തെ വാരിയെല്ലിൻ്റെ പ്രത്യേകത? കിടക്കണം. ഇതാണ് പ്രശ്നം. വലതുവശത്ത് നിന്നാൽ ഇടതുവശത്ത് നിന്നാൽ മതി ഭാര്യ, വലതുവശത്ത് നിന്നാൽ എന്നാ പ്രശ്നം? ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ദൈവം വാരിയെല്ലെടുത്തു? വാരിയെല്ലിനെ കഴിഞ്ഞ് ശക്തമായ എല്ല് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. തുടയിൽ എല്ലുണ്ട്, കാലിൻ്റെ എല്ലുണ്ട് അല്ലേ. അതൊന്നും ഏറ്റവും ശക്തമായ എല്ല് നമ്മുടെ തുടയെല്ലാണ്, ശരീരത്തിൽ ഏറ്റവും ശക്തമായ എല്ല്. അത് ദൈവം എടുത്തില്ല. എന്തിനാ വാരിയെല്ലിൽ നിന്ന് എടുത്ത്? ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ. 1. 2, ആദത്തിൻ്റെ വശത്ത് നിൽക്കേണ്ടവളാണ് ആര്? ഹവ്വ. പുരുഷൻ്റെ ഒപ്പം നിൽക്കേണ്ടവളാണ് ആര്? സ്ത്രീ. പുരുഷൻ്റെ ഒപ്പം മുൻപിൽ നിൽക്കേണ്ടവളല്ല, പുറകിൽ നിൽക്കേണ്ടവളല്ല, തലയ്ക്ക് മീതെ നിൽക്കേണ്ടവളല്ല, കാലിനടി കിടക്കേണ്ടവളല്ല, ഒപ്പം നിർത്തേണ്ടവളാണ് ആര്? സ്ത്രീ. എന്നാൽ പുരുഷനെ പോലെ ആകാനാണോ ദൈവം സ്ത്രീയെ വിളിച്ചത്? അല്ല. അപ്പോൾ ഇനി ആദത്തിന് എന്ത് പറ്റി? 2:23 വായിച്ചേ. എന്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഏതാനും വചനങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവനും രഹസ്യം നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെളിപ്പെടുത്തി. 2:23 വായിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഇച്ചിരി വായിച്ച് ഇച്ചിരി രസമുണ്ട്, അറ്റ് ലാസ്റ്റ് ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് ആൻഡ് ദ ബോൺ ഓഫ് മൈ ബോൺ. ഒടുവിൽ എന്നൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടത്തില്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇച്ചിരി കൂടെ എക്സ്പ്രഷൻ. അറ്റ് ലാസ്റ്റ് ആദത്തിന് ആശ്വാസമായി, ആദത്തിന് സന്തോഷമായി. ആദം ആദ്യമായിട്ട് സന്തോഷിച്ച് ആഹ്ലാദിക്കുന്ന ആനന്ദിക്കുന്ന സമയം ആരെ കണ്ടപ്പോഴാണ്? അല്ലെങ്കിൽ നമ്മൾ പറയും, ഹവ്വായെ സൃഷ്ടിച്ചു, തുടങ്ങി, അവിടം തൊട്ട് തുടങ്ങിയതാണ് നാശം. എല്ലാത്തിനും കാരണം ആ സമയമായിരുന്നു അല്ലേ. ഹവ്വായാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ തുടങ്ങി, അവിടം തൊട്ട് തുടങ്ങി മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ. അല്ല, ഹവ്വായെ കണ്ട നിമിഷം ആദം പറഞ്ഞു, അറ്റ് ലാസ്റ്റ്, വാവ്, വണ്ടർഫുൾ, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരലിൽ നിന്ന് എടുക്കപ്പെട്ടുകൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെടും. അവസാനം ആദം ഹവ്വായെ കണ്ടപ്പോഴാണ് തനിക്ക് ചേർന്ന ഇണയെ ആദത്തിന് കണ്ടെത്താൻ പറ്റിയത്. ഓക്കെ, കണ്ടെത്താൻ പറ്റിയത്. ഇനി ആദം ഈ സ്നേഹം കൊടുത്താൽ അത് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളത്. ആരാണിപ്പോൾ? ഹവ്വ. ആദം കൊടുക്കുന്ന സ്നേഹം, അതായത് ആദം കൊടുക്കുന്ന സ്നേഹത്തിൽ ആരാ ഉള്ളത്? ആദം തന്നെയാണുള്ളത് അല്ലേ. എന്നെ പൂർണ്ണമായിട്ടും ഞാൻ നിനക്ക് വേണ്ടി ഒരു സമ്മാനമായിട്ട് കാത്തു വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിനക്ക് ഞാനത് തരാം, അത് സ്വീകരിക്കാൻ നിന്നെ കൊണ്ട് പറ്റും, നീ അത് സ്വീകരിച്ച് അല്ലേ. അപ്പോൾ ഹവ്വ പറഞ്ഞു, ഞാനിത് സ്വീകരിച്ച് നീ എന്നെ തന്നെ ഒരു സമ്മാനമായിട്ട് എന്നെ പൂർണ്ണമായിട്ട് ആർക്ക് കൊടുക്കുവാണ്? ആദത്തിന് കൊടുക്കുവാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ഭർത്താവ് പറയുന്നു, ഇതാ ഞാൻ എന്നെ പൂർണ്ണമായിട്ടും നിനക്ക് തരുന്നു. അപ്പോൾ ഭാര്യ പറയും, ഞാനത് സ്വീകരിച്ച് എന്നെ പൂർണ്ണമായിട്ടും ഒരു സമ്മാനമായിട്ട് അല്ലേ, എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ ഒരു സമ്മാനമായിട്ട് തരുന്നു. ഈ സ്നേഹത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ ഫലമാണ് എന്ത്? ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ ഫലമാണ് എന്ത്? പറഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ നിന്ന്. ഉറക്കെ പറ. മക്കൾ അല്ലേ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതിൻ്റെ ഫ്രൂട്ട്, സ്നേഹത്തിന് എപ്പോഴും ഫലമുണ്ട്. സ്നേഹം എപ്പോഴും ഫ്രൂട്ട്ഫുള്ളാണ്, ഫലദായകമാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഫലമായ ജീവനാണ് പരിശുദ്ധാത്മാവെങ്കിൽ, അതേ സ്നേഹം പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഫലമാണ് എന്ത്? മക്കൾ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശരീരം വൈവാഹികമാണ്,
വിവാഹത്തിൻ്റെ സ്വഭാവം പരസ്പരം യോജിപ്പിക്കപ്പെടാൻ വേണ്ടി, പൂർണ്ണതയിലെത്താൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ത്? മനുഷ്യൻ്റെ ശരീരം. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ട് അല്ലേ? മനുഷ്യൻ ഏകനായിരിക്കുന്ന എന്നല്ല. അപ്പം അച്ഛൻ്റെ കാര്യം, സിസ്റ്റർമാരുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? അത് സാരമല്ല, സഹിച്ചോട്ടെ അല്ലേ? മുമ്പടം എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു സമ്മാനമായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളൊരു സ്റ്റെപ്പ് നിങ്ങളുടെ മീതെ വയ്ക്കും. എന്നിട്ടോ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടൊരു സമ്മാനമായിട്ട് ആർക്ക് കൊടുക്കും? ഈശോയ്ക്ക് കൊടുക്കും. വിവാഹം എന്ന് പറയുന്നത് എന്താണ്? കായിൽ അവസാനിക്കും, കായിൽ തുടങ്ങും, ഷായിൽ അവസാനിക്കും. വിവാഹം എന്താണ്? കൂദാശയാണ്. എന്താണ് കൂദാശ? അല്ലല്ല, എന്താണ് കൂദാശ? അദൃശ്യമായ കൃപയുടെ ദൃശ്യമായ അടയാളം. അപ്പോൾ വിവാഹം എന്താണ്? അടയാളമാണ്. വിവാഹമാണോ യഥാർത്ഥത്തിലുള്ള പൂർത്തീകരണം? അല്ല, റിയാലിറ്റിയുടെ അടയാളമാണ് വിവാഹം. അപ്പോൾ എന്താണ് ശരിക്കുള്ള യൂണിറ്റി? ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹത്തിൽ ഒന്നുചേരുന്ന ഒരു ഹോളി കമ്മ്യൂണിയൻ, ഒരു പരിശുദ്ധമായ ഒത്തുചേരൽ, അത് കൗദാശികമാണ്. ആ കൂദാശ വിവാഹമെന്ന കൂദാശ നമുക്ക് ലഭിക്കുന്നത് വഴി ഇതിലും വലിയ ഒരു കൃപയുടെ അടയാളമാണ് ഈ വിവാഹം. ഈ കൃപ എന്താണ്? ബൈബിള് വായിക്കുന്ന മക്കളാണ് മനസ്സിലായി. എന്താണ് ആ കൃപ? അവസാനമുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിയൻ, ഒത്തുചേരൽ എവിടെയാ പിള്ളേരെ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ എന്തേലുമൊക്കെ വായിക്കുന്ന ഓർക്കുന്നുണ്ടോ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ എന്താ പറയുന്നേ? ലോകാവസാനത്തെക്കുറിച്ചാന്ന് പറഞ്ഞ് ഇടി മേടിക്കും. വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരുടെ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്? കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നാണ് വെളിപാടിൻ്റെ പുസ്തകം മുഴുവനും പറയുന്നത്. ഈ കുഞ്ഞാട് ആരാ? ഈശോ. അപ്പോൾ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന്, പ്രതിശ്രുത വരൻ ആരാണ്? മണവാളൻ ആരാണ്? മണവാട്ടി ആരാ? സഭയാണെങ്കിൽ നമ്മളെല്ലാവരും. എൻ്റെ ആത്മാവ് ഈശോയുമായിട്ട്, ദൈവവുമായിട്ട് ഒന്നാകുന്ന ആ നിത്യജീവൻ്റെ അടയാളമാണ് ഈ ഭൂമിയിലുള്ള വിവാഹം. അതുകൊണ്ടാണ് ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നതിനെ വിവാഹത്തോട് ഉപമിച്ചിരിക്കുന്നത്. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അടയാളമാണ് വിവാഹം. ആ ദൈവത്തോട് ഞാൻ എൻ്റെ മരണശേഷം അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഒന്നു ചേരുന്നതിൻ്റെ അടയാളമാണ് ഈ ഭൂമിയിൽ വിവാഹം. അപ്പോൾ വിവാഹം എന്നെ എന്തിനു വേണ്ടി ഒരുക്കണം? വിവാഹം എന്തിനു വേണ്ടി എന്നെ ഒരുക്കണം? നിത്യതയിൽ ദൈവത്തോട് ഒന്നു ചേരാൻ, എൻ്റെ മണവാളനായ ക്രിസ്തുവിനോട് ഞാൻ ഒന്നു ചേരാനായിട്ട് എന്നെ ഒരുക്കണം. എന്ത്? വിവാഹം. ഹല്ലേലൂയ. ഇത്രയ്ക്കും വലിയ സ്വഭാവം ഉള്ളതാണ് വിവാഹമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ എന്നറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കരുതിക്കോ. വിവാഹം എന്ന് പറയുന്നത് വെറുതെ ഞഞ്ഞാപിഞ്ഞ കളിയല്ല. വിവാഹം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവം സ്ഥാപിച്ച ആദ്യത്തെ പ്രസ്ഥാനമാണ് വിവാഹവും കുടുംബവും ഒക്കെ. ആ സ്നേഹത്തോട് ഏറ്റവും എന്നെ ചേർത്ത് നിർത്തുന്നതാണ് വിവാഹം. വെറുതെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് 2-3 മക്കളെ ഉണ്ടാക്കിയാൽ വിവാഹമായി എന്നാരും കരുതരുത്. വിവാഹത്തിൽ ഭർത്താവ്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെല്ലാം, ചേട്ടന്മാരെല്ലാം ചോദിച്ചോ, ഞാൻ യഥാർത്ഥത്തിൽ എന്നെ തന്നെ ഒരു സമ്മാനമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുന്നുണ്ടോ? ഇനി ഞാനൊന്നും ചോദിക്കട്ടെ, നിങ്ങൾ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയത് കൊടുക്കുമോ പഴയത് കൊടുക്കുമോ? പുതിയത് കൊടുക്കും അല്ലേ? വിവാഹത്തിൽ ഞാൻ എന്നെ തന്നെ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ എന്നെ ഫ്രഷായിട്ട് കൊടുക്കുമോ പഴയതായിട്ട് കൊടുക്കുമോ? ഇതുകൊണ്ടാണ് സഭ നമ്മളോട് പറയുന്നത്, വിവാഹത്തിന് പുറത്ത് ഉള്ള യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ആ ദൈവഹിത പ്രകാരമുള്ളതല്ല, പാപകരമാണ്. വിവാഹത്തിന് അത് നല്ലതല്ല, ദോഷമാണെന്ന് പറയുന്നത്. അതായത് വിവാഹത്തിലേക്ക് വേണ്ടി ഒരു വ്യക്തി തന്നെ എന്തായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നേ? വിവാഹത്തിന് ഒരുങ്ങുന്ന ഒരു വ്യക്തി തന്നെ എന്തായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നേ? ഒരു സമ്മാനമായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ വിവാഹം കഴിക്കുന്നോടം വരെ എന്നെ തന്നെ ശുദ്ധതയിൽ നിലനിർത്തുകയും പരിശുദ്ധിയിൽ നിലനിർത്തി യാതൊരു തരത്തിലുമുള്ള കാമാസക്തികൾക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കാതെ മറ്റൊരു വിവാഹേതര ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ പ്രീ മാരിറ്റലായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൊന്നും എന്നെ തന്നെ ഏർപ്പെടുത്താതെ ഞാൻ കാത്തു സൂക്ഷിക്കുമ്പോൾ
എൻ്റെ കെട്ടിയോന്, എൻ്റെ കെട്ടിയോൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കുന്നൊരു ഗ്യാരണ്ടിയാണ് വിവാഹം വരെ വിശ്വസ്തത കാത്തു സൂക്ഷിച്ച് എനിക്ക് വിവാഹത്തിന് ശേഷവും വിശ്വസ്തയായിരിക്കാൻ സാധിക്കും. ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ടോ തേർഡ് ഹാൻഡ് ആയിട്ടോ അല്ല എന്നെ തന്നെ എൻ്റെ ഭർത്താവിനും ഭാര്യയ്ക്കും സമ്മാനമായിട്ട് കൊടുക്കേണ്ടത്. ഞാൻ എന്നെ തന്നെ ഏറ്റവും പ്രിസ്റ്റീൻ കണ്ടീഷനിൽ വേണം സമ്മാനമായിട്ട് കൊടുക്കാൻ, അല്ലേ? വിവാഹത്തിന് മുൻപ് പലതരം പല ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി പറയാതെ പറയുന്ന സന്ദേശം എന്താ? വിവാഹത്തിന് മുൻപ് എനിക്ക് 5-6 അഫെയർ ഉണ്ടായിരുന്നു, വിവാഹത്തിന് ശേഷവും 5-6 ഉണ്ടാകുമോ എന്നൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. പറയാതെ പറയുന്ന സന്ദേശം അതാണ്. അതുകൊണ്ടാണ് ചാസ്റ്റിറ്റി, ശുദ്ധത, ഞാൻ എന്നെ തന്നെ പരിശുദ്ധമായൊരു സമ്മാനമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കാത്തുവെക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നൊരു ഗ്യാരണ്ടി കൂടി അത്. വിവാഹത്തിന് ശേഷവും എന്നെ തന്നെ വിശ്വസ്തയായിട്ട് വിവാഹത്തിൽ എൻ്റെ ജീവിത പങ്കാളിയോടും ദൈവത്തോടും എന്നെ തന്നെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുമെന്നതിൻ്റെ ഉറപ്പും ഗ്യാരണ്ടിയാണ്. 1 കൊരിന്തോസ്, ഉൽപ്പത്തിയിൽ ഒരു അടയാളം വെച്ചിട്ട് 1 കൊരിന്തോസ് 6 ഒന്ന് പെട്ടെന്നെടുത്തേ. 1 കൊരിന്തോസ് 6:16 ഒന്ന് പെട്ടെന്നെടുത്തേ. 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ എനിക്ക് ശാരീരികമായൊരു തലമുണ്ട്. ഈ ശരീരം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ശരീരത്തെ മാത്രം നോക്കിയിട്ട് ഇതാണ് ജസ്റ്റിൻ അച്ഛൻ, മൊത്തമായിട്ടും ഇത്ര ഉള്ളൂ ജസ്റ്റിൻ അച്ഛൻ എന്ന് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങളുടെ ശരീരത്തെ എടുക്കുക, നിങ്ങളുടെ ശരീരത്തെ ഇവിടെ കിടത്തിയിട്ട് പറയാം ഇതാണ് പറഞ്ഞ ആള് എന്ന് പറയുമോ? ഒരു വ്യക്തിയുടെ ശരീരം മാത്രം കണ്ടിട്ട് ഇതാണ് ആ വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്കതൊരു ഉറപ്പില്ലേ? നിങ്ങൾ മരിച്ചു കിടക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തെ നോക്കിയിട്ട് ഇതാണ് ആ വ്യക്തി എന്ന് പറയുമോ? ഇതാണ് ആ മൃതദേഹം എന്ന് പറയുമോ? മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ ആരും നമ്മൾ ഇതാണ് ആ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയാറില്ല. ഇതാണ് ശരീരം, ഡെഡ് ബോഡി എന്ന് പറയുന്നത്. ബോഡി കൊണ്ടുവന്നു എന്നാണ് ചോദിക്കുന്നത് വീട്ടിലോട്ട്, അല്ലേ? ആൾ വണ്ടി കയറി വന്നു എന്നല്ല ചോദിക്കുന്നത്, ബോഡി കൊണ്ടുവന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, ശരീരം ഒരു പ്രതിഫലനമാണ്, എക്സ്പ്രഷനാണ്. ശരീരം എന്തിൻ്റെ എക്സ്പ്രഷനാണ്? ശരീരം പ്രതിഫലനമാണ്, എക്സ്പ്രഷനാണ്. എന്തിൻ്റെ? ആ വ്യക്തിയുടെ എന്തിൻ്റെ പ്രതിഫലനമാണ്? ആ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രതിഫലനമാണ്, ക്യാരക്ടറിൻ്റെ പ്രതിഫലനമാണ് എന്ത്? ശരീരം. അപ്പോൾ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാണ്. ഞാനൊരു വ്യക്തിയുമായിട്ട് അവിഹിത വേഴ്ചയിൽ ഏർപ്പെടുമ്പോൾ ഞാൻ ആ വ്യക്തിയോട് കള്ളം പറയുകയാണ് എൻ്റെ ശരീരം കൊണ്ട്. എനിക്കിതിനെ തൽക്കാലത്തേക്ക് ഇത്രയ്ക്കൊക്കെ ആവശ്യമുള്ളൂ. യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ സ്വഭാവം നിങ്ങളോട് പറഞ്ഞുതരാം. യഥാർത്ഥമായ സ്നേഹം ഒന്ന്, ഫ്രീ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിക്ക് ജീവിത പങ്കാളിക്ക് കൊടുക്കുന്ന സ്നേഹം ഒന്ന്, ഫ്രീ ആയിരിക്കണം. അതായത് ഒരു തരത്തിലുള്ള നിർബന്ധത്തിന് വഴങ്ങിയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ലാഭനഷ്ടങ്ങളെ പ്രതിയോ ഒന്നും ഉള്ളതായിരിക്കരുത് സ്നേഹം. സ്നേഹം സ്വതന്ത്രമായിരിക്കണം, ആത്മനിറവോടെ കൊടുക്കുന്നതായിരിക്കണം, അല്ലേ? സ്നേഹം സ്വതന്ത്രമായിരിക്കണം. ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എൻ്റെ സ്നേഹത്തെ സ്വാധീനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സഭ ചോദിക്കുന്നത്, കെട്ടാൻ ചെന്നപ്പോൾ നിങ്ങളോടൊക്കെ എന്താ ചോദിച്ചേ? പൂർണ്ണമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും, അല്ലേ? ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടൊക്കെ കൂടിയാണോ ഈ പണിക്ക് ഇറങ്ങിയേക്കുന്നത്, അല്ലേ? അതോ ആരെങ്കിലും കൈ പിടിച്ച് തിരിച്ചിട്ട് കെട്ടടി എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണോ? ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ വൈഫിന് കൊടുക്കുന്ന സ്നേഹവും എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം. പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹം കൊടുക്കണം. ഈ സ്നേഹം എനിക്ക് പൂർണ്ണമായിട്ട് തന്നൊരു വ്യക്തിയാണ് ഈശോ. ഈശോയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സ്നേഹം എത്രമാത്രം ഫ്രീ ആയിരിക്കണമെന്ന്. ഈശോ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണോ? അവൻ തന്നെ കൊടുത്തു, അല്ലേ? തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, ആരും പിടിച്ചു വലിച്ച് കെട്ടിക്കൊണ്ടു പോയതല്ല. ഹി ഗേവ് ഹിംസെൽഫ് അപ്പ്.
പിതാവായ ദൈവത്തിന് സ്വയം അനുസരണപ്പെട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആര് ചെയ്തത്? ഈശോ ചെയ്തത്. നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നെങ്കിൽ ഈശോയുടെ ബലിയിൽ പൂർണ്ണതയുണ്ടാകുമായിരുന്നില്ല. ഈശോ ആ ബലിയിൽ ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വയം പൂർണ്ണ മനസ്സോടെ സ്വാതന്ത്ര്യത്തോടെ കൊടുത്തതാണ്. ഒന്ന്, അപ്പോൾ സ്നേഹം എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം. ഫ്രീ എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നു എന്നല്ല, യാതൊരു തരത്തിലുമുള്ള ഫോഴ്സ് നിർബന്ധവും ഇല്ലാതെ സ്വതന്ത്രമായിട്ടും ആത്മനിർഭരത്തോടെ കൊടുക്കുന്നതായിരിക്കണം സ്നേഹം. 2, സ്നേഹം ടോട്ടൽ ആയിരിക്കണം. സ്നേഹം മുഴുവനും പൂർണ്ണമായിരിക്കണം. സ്വയംഭോഗം ചെയ്യുന്നൊരു വ്യക്തി, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ദാമ്പത്യം, അതല്ലെങ്കിൽ സ്വവർഗ ഭോഗം അല്ലെങ്കിൽ സ്വവർഗരതി, ഇതിൽ ഈ ക്വാളിറ്റികളൊന്നും നമ്മൾ കാണത്തില്ല. നിങ്ങൾ ഗർഭനിരോധന മാർഗങ്ങൾ അല്ലെങ്കിൽ കോൺട്രസെപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താ? എനിക്ക് നിന്നോടുള്ള സ്നേഹം പൂർണ്ണമല്ല, ഞാനെല്ലാം തരാം, പക്ഷെ എന്ത് മാത്രം തരികയില്ല? മനസ്സല്ല, എന്ത് മാത്രം തരികയില്ല? ഞാൻ ഗർഭനിരോധന മാർഗം ഉപയോഗിച്ചാണ് ദാമ്പത്യ ധർമ്മത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ സെക്ഷുവൽ ആക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ എൻ്റെ സ്നേഹം അവിടെ പൂർണ്ണമല്ല. കാരണം ഞാൻ ഒരു കാര്യം പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്താ അത്? ഫെർട്ടിലിറ്റി അല്ലേ? എൻ്റെ ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം സമ്മാനമായിട്ട് തരുന്ന മക്കളെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ഒരു ജീവൻ കൊടുക്കുവാനോ ജീവൻ സ്വീകരിക്കുവാനുമുള്ള എൻ്റെ സന്താന ഉൽപാദന ശേഷിയെ ഞാൻ കൊടുക്കത്തില്ല, ഫെർട്ടിലിറ്റിയെ ഞാൻ കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ശരീരം കള്ളം പറയുന്നു, ശരീരം കൊണ്ട് കള്ളം പറയുന്നു, ആത്മാവ് കൊണ്ട് നിങ്ങൾ കള്ളം പറയുന്നു. ആ സ്നേഹത്തിൽ കള്ളമുണ്ട്. കാരണം ഞാൻ എല്ലാം തരാം, പക്ഷേ ഇത് മാത്രം തരികയില്ല കേട്ടോ, ഇത് മാത്രം തരികയില്ല കേട്ടോ, എന്നെ പൂർണ്ണമായിട്ട് നിനക്ക് ഞാൻ സമ്മാനമായിട്ട് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തരികയില്ല, ഞാൻ ഇത് തരികയില്ല, ഞാനത് പിടിച്ചു വയ്ക്കുവാണ്. സ്നേഹം പൂർണ്ണമായിരിക്കണം. ഞാനൊന്നും പിടിച്ചു വയ്ക്കാതെ എന്നെ പൂർണ്ണമായിട്ട് നൽകുന്നതായിരിക്കണം സ്നേഹം. എൻ്റെ സ്വാർത്ഥതയുടെ പേരിൽ എനിക്ക് സുഖം വേണം, പക്ഷേ ഞാൻ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ മറ്റൊരാളെ ഞാൻ ഉപയോഗിക്കുകയാണ് സുഖത്തിന് വേണ്ടിയിട്ട്. 3, സ്നേഹം വിശ്വസ്തമായിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ആരോടൊക്കെ വിശ്വസ്തമായിരിക്കണം? ദൈവത്തോടും ജീവിത പങ്കാളിയോടും അല്ലെങ്കിൽ ദൈവത്തോടും ഞാൻ സ്നേഹിക്കുന്ന ആളോടും വിശ്വസ്തമായിരിക്കണം. സ്നേഹം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. 4, അപ്പോൾ കർത്താവിൻ്റെ ഉദാഹരണങ്ങളോടെ നമ്മൾ തട്ടിച്ച് നോക്കിയാൽ 1, കർത്താവ് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. 2, ടോട്ടലായിരിക്കണം. ഈശോ തരാത്ത എന്ത് കാര്യമുള്ളത്? ശരീരം കൊടുത്തു, രക്തം കൊടുത്തു, ഇച്ചിരിങ്ങ വെള്ളം ഉണ്ടായിരുന്ന അതും തൻ്റെ മുറിവില്ലാത്തോടെ ഒഴുക്കി നമുക്ക് തന്നു, മാതാവിനെ തന്നു, വസ്ത്രം കൊടുത്തു, അവസാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവിനെയും കൊടുത്ത് പൂർണ്ണമായിട്ട് ഒന്നും പിടിച്ചു വയ്ക്കാതെ തന്നെ കൊടുത്ത സ്നേഹമാണ് ഈശോ. ആ ഈശോയെ നോക്കിയിട്ട് വേണം സ്നേഹിക്കാൻ. ഈശോ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഈശോ ചെയ്തത്. ഞാൻ എൻ്റെ വിവാഹബന്ധത്തിലേക്ക് കടക്കുമ്പോഴും എന്നേക്കാൾ ഉപരി എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് എൻ്റെ പ്രയോറിറ്റി. ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ബലിയായി നൽകാൻ തീരുമാനിക്കുന്ന അൾത്താരയാണ് വിവാഹം. ഹെബ്രായർ 13:5 നിങ്ങളുടെ ഇടയിൽ വിവാഹം മാന്യമായിട്ട് കരുതപ്പെടട്ടെ, മണവറ മലിനമാക്കരുത്. നിൻ്റെ ലൈംഗിക ചേഷ്ടകളും നിൻ്റെ ലൈംഗിക സുഖാസ്വാദനത്തിനും വേണ്ടിയിട്ടുള്ള ലൈസൻസ് അല്ല വിവാഹം. നിന്നെ ദൈവം സ്നേഹിച്ചതുപോലെ പൂർണ്ണതയിൽ സ്നേഹിക്കുവാനായിട്ട് ദൈവം നിനക്ക് തരുന്ന നിൻ്റെ സ്നേഹം സ്വീകരിക്കുവാനും തിരികെ നിന്നെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് അടുക്കുവാനുമായിട്ട് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഇടമാണ് വിവാഹം. ബലിയർപ്പിക്കപ്പെടുന്ന ഈ അൾത്താര പോലെ തന്നെ പരിപാവനവും പവിത്രവുമായിരിക്കണം നിൻ്റെ ബെഡ്റൂം, നിൻ്റെ മണവറ. കർത്താവ് തന്നെ പൂർണ്ണമായിട്ടും തന്നുകൊണ്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ. ഈശോ കുർബാനയിൽ എന്താ പറയുന്നത് പ്രിയമുള്ളവരെ? ദിസ് ഈസ് മൈ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ഒന്നും പിടിച്ചു വെച്ചില്ല, എല്ലാം തന്നിട്ട് പറയുവാണ്. അതേപോലെ തന്നെ അതേ പവിത്രതയിൽ നിന്നുകൊണ്ട് ദാമ്പത്യ ധർമ്മത്തിൽ ഏർപ്പെടുന്ന ഓരോ ഭർത്താവും തൻ്റെ ഭാര്യയോട് പൂർണ്ണമായിട്ടും പറയാൻ പറ്റണം, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് എൻ്റെ ശരീരത്തെ ഞാൻ നിനക്ക് തരുന്നു, ദിസ് ഈസ് മൈ ബോഡി, ഇതെൻ്റെ ശരീരം. ഒരു ഭർത്താവ് തൻ്റെ വിവാഹത്തിന് ശേഷം കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ ഇങ്ങനെ കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തിനാ എത്ര കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇപ്പോഴാണ് വിവാഹത്തിൻ്റെ യഥാർത്ഥ പരിപാവനത എനിക്ക് മനസ്സിലായത്. കുർബാനയിൽ കൂദാശ വചനങ്ങൾ പറയണം, ഇതെൻ്റെ ശരീരമാകുന്നു, നിനക്ക് വേണ്ടി മുറിയപ്പെട്ട എൻ്റെ ശരീരമാകുന്നു. ഭർത്താവ് ഭാര്യയോട് പറയേണ്ടതും ഭാര്യ ഭർത്താവിനോട് പറയേണ്ട കാര്യം ഇതാണ്, മൈ ഡിയർ,
ഇതെൻ്റെ ശരീരമാകുന്നു നിനക്ക് വേണ്ടിയുള്ളത്, ഇതെൻ്റെ രക്തമാകുന്നു, എന്നെ പൂർണ്ണമായിട്ട് നിനക്ക് തരുവാണ്. ഇനി സ്നേഹത്തിൻ്റെ നാലാമത്തെ ക്വാളിറ്റി, സ്നേഹം ഫലദായകമായിരിക്കണം, ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. സ്നേഹത്തിന് എപ്പോഴും ഫലമുണ്ട്. കർത്താവ് എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? യോഹന്നാൻ 10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് വഴി സ്വർഗത്തെ തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. കുരിശിൽ മരിച്ചത് വഴി എനിക്കും നിനക്കും ജീവൻ തന്നു. കോൺട്രസെപ്ഷൻ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഫലദായകമാകുന്നില്ല. ഹോമോസെക്ഷുവലായിട്ടുള്ള ബന്ധങ്ങളിൽ ഈ ഒരു ഫലമുണ്ടാകുന്നില്ല, ദൈവത്തോടുള്ള വിശ്വസ്തത ഉണ്ടാകുന്നില്ല. ഒരു വ്യക്തി സ്വയംഭോഗം ചെയ്ത് ആ ലൈംഗിക സുഖം ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ക്വാളിറ്റികൾ ഒന്നും ഉണ്ടാവുന്നില്ല. തൻ്റെ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല, സ്വയം അനുഭവിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ശരീരം എത്രമാത്രം ദൈവിക സ്വഭാവമുള്ളതാണെന്നും ആ ദൈവിക സ്വഭാവം വൈവാഹികമാണെന്നും കൊടുക്കേണ്ട സ്നേഹത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ വെറുതെ എനിക്ക് ലാലാപാടി നടക്കാനുള്ള ഒന്നല്ല എൻ്റെ ഈ ശരീരം, ഇത് ദൈവീകമാണ്, ഇത് പരിശുദ്ധമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വസിക്കുന്ന എൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. നിങ്ങൾ തോബിത്തിൻ്റെ പുസ്തകം ഒന്ന് എടുത്തേ. തോബിത്ത് കൂട്ടൻ അറിയാൻ പാടില്ലേ? തോബിത്ത് വിവാഹം കഴിച്ചത് ആരെയാ? സാറായെ വിവാഹം കഴിച്ചു. എന്നിട്ട് ആദ്യ രാത്രിയിൽ തോബിത്ത് സാറായോട് പറഞ്ഞതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുമായ ഒരു പ്രാർത്ഥനയുണ്ട്. 8:7 തോബിത്ത് 8:7 കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലൈൻ അടിക്കുന്ന പരിപാടി അല്ല കേട്ടോ ഈ പ്രേമം. ഓക്കെ, അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. ഒരു ദിവസത്തെ ഒരു കാമത്തിൻ്റെ ഒരു ലൈംഗിക ആസക്തിയിൽ ഒരു വ്യക്തിയുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി ഈ ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നില്ല. അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ജീവിതം മരണം വരെ ഞാൻ വിശ്വസ്തയായിരിക്കും എന്നൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല അവിടെ, അല്ലേ? ഒരു നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി, തൻ്റെ ശരീരത്തിൻ്റെ സുഖമനുഭവിക്കാൻ വേണ്ടി ഒരു ബന്ധത്തിലേർപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഉത്തരവാദിത്തം, ഈ ഒരു മരണം വരെ ഞാൻ വിശ്വസ്തനായിരിക്കാം, ഇവളെ പരിപാലിച്ചു കൊള്ളാം എന്നുള്ള കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നില്ല. മരണം വരെ ഞാൻ വിശ്വസ്തയായിരിക്കാം, ഈ വ്യക്തിയുടെ കൂടെ നിന്ന് ദൈവിക പദ്ധതി ഞാൻ നിറവേറ്റാം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവരെടുക്കുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ആദത്തെയും ഹവ്വയെയും ദൈവം ഇതുപോലെയാണ് ഒന്നിപ്പിച്ചത്. അവർക്ക് ചേർന്ന ഇണയെ നൽകിക്കൊണ്ട്, ആദത്തിന് ചേർന്ന ഇണയായിട്ട് ഹവ്വായെ ദൈവം നൽകി. അപ്പോൾ ലൈംഗിക ബന്ധത്തിന് 2 സ്വഭാവങ്ങളുണ്ടെന്ന് ഓർക്കുക. എനിക്ക് എൻ്റെ ശരീരത്തിൽ സ്നേഹിക്കുവാനും ദൈവികമായിട്ട് എന്നെ തന്നെ ഒരു സമ്മാനമായിട്ട് കൊടുക്കാനും മറ്റൊരാളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പൂർത്തീകരണയും പൂർണ്ണതയും കണ്ടെത്തുവാനും എനിക്ക് തന്നിരിക്കുന്ന ദാനമാണ് എൻ്റെ സെക്ഷുവാലിറ്റി, എൻ്റെ ലൈംഗികത. ഈ ലൈംഗികതയിൽ നിന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ കരുണയുള്ളവരായിരിക്കുന്നത്, നമ്മൾ അനുകമ്പയുള്ളവരായിരിക്കുന്നത്. ഈ ലൈംഗികതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾക്ക് മറ്റൊരാളുടെ ആവശ്യങ്ങളോട് സെൻസിറ്റീവ് ആയിരിക്കാൻ പറ്റുന്നത്, മറ്റൊരാളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്, അവരുടെ വേദനയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ലൈംഗികതയെ, എൻ്റെ സെക്ഷുവാലിറ്റിയെ എനിക്ക് എൻ്റെ സുഖം അനുഭവിക്കാൻ മാത്രമുള്ള ഒരു മാർഗമായിട്ട് മാത്രം കാണാം. അവിടെയാണ് ആത്മീയമായ ബന്ധനത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ശരീരത്തിന് 2 തലങ്ങളുണ്ട്, ശാരീരികവും ആത്മീകവും. വിവാഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നുചേരുന്ന നിങ്ങൾക്ക് ആരുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ട്? ദൈവമാണ് അവിടെ നിങ്ങളെ യോജിപ്പിക്കുന്നത്. ശാരീരികമായ അഭിലാഷത്താലല്ല, ദൈവിക പദ്ധതിയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് വാക്ക് കൊടുത്ത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ കമ്മിറ്റ്മെൻറ്റോട് ഉത്തരവാദിത്തമുണ്ട്. മരണത്തോളം ഞങ്ങൾ വിശ്വസ്തരായിരിക്കാം, എല്ലാ തരത്തിലും എല്ലാ ഏറ്റക്കുറച്ചിലും വിശ്വസ്തരായിരിക്കാം. ഫ്രീ ആണ് ഞങ്ങളുടെ സ്നേഹം, ഞാൻ മുഴുവനായിട്ട് എന്നെ തന്നെ കൊടുക്കും, ഞാൻ വിശ്വസ്തയായിരിക്കും, ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന് ഫ്രൂട്ടുണ്ടാവും, ഫലമുണ്ടാവും എന്നെല്ലാം നമ്മൾ പറയുന്നു. ഇവിടെ ദൈവികമാണ് ഈ ഒത്തുചേരൽ. ഇനി വിവാഹത്തിന് പുറത്തുള്ളത്, നാളെ കെട്ടാൻ പോകുന്ന ഒരു വ്യക്തിയായിട്ട് പോലും ഇന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി പോലും പറയുന്നത് നേരെ തിരിച്ചാണ്. വിവാഹത്തിന് പുറത്തുള്ള ഏതൊരു അശുദ്ധമായ ബന്ധവും ശരീരത്തിൽ എന്നതുപോലെ
ആത്മാവിനെയും ബന്ധനത്തിലാക്കുന്നു. നിങ്ങൾ വിവാഹത്തിനും കയറുന്നതിന് മുൻപ് ഒരു പക്ഷേ 3-4 പേരുമായിട്ട് നിങ്ങൾക്കൊരു അശുദ്ധമായ ഒരാളെങ്കിലുമായിട്ട് അശുദ്ധമായ കൂട്ടുകെട്ടുണ്ടെന്നിരിക്കെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും നിങ്ങൾ മറ്റൊരാൾക്ക് അധികാരവും അനുവാദവും കൊടുത്തു. അത് ദൈവികമല്ലാത്തതിനാൽ അവിടെ തിന്മയുടെ സാന്നിധ്യം, വ്യഭിചാരം, ലസ്റ്റ് നിങ്ങളെ കീഴടക്കും. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ അരൂപിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരാനുള്ള തുറന്നിട്ടൊരു വാതിലാണ് വിവാഹബന്ധത്തിന് പുറത്തുള്ള എല്ലാ അശുദ്ധ ബന്ധവും. അവിടെ വർക്ക് ചെയ്യുന്നത് ദൈവികമായ സ്നേഹമല്ല, ശരീരത്തിൻ്റെ അഭിലാഷമായ ലൈംഗികമായ ആസക്തി മാത്രമാണ്. അതുകൊണ്ട് വിവാഹത്തിന് പുറത്തുള്ള ഏതൊരു അശുദ്ധ ബന്ധത്തിലും പാപത്തിൻ്റെ സാന്നിധ്യം കയറി വരുവാണ്. വിവാഹം ചെയ്യാത്തൊരു വ്യക്തി ആത്യന്തികമായിട്ടും ദൈവത്തോട് സ്വയം കടപ്പെട്ടിരുന്ന് ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കേണ്ടവരാണ്. അല്ലാതെ ഇപ്പം ഇന്നത്തെ കാലത്ത് വിവാഹമൊക്കെ കഴിക്കാൻ ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ട്, ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറയും. അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഒന്നുകിൽ ദൈവത്തിനും കൊടുത്തിട്ടില്ല, ജീവിത പങ്കാളിക്കും കൊടുത്തിട്ടില്ല. അവരുടെ ജീവിതത്തിന് ഫലമില്ലാതെ പോവുകയാണ്, പൂർത്തീകരണം ഇല്ലാതെ പോവുകയാണ്. അത് വെറുതെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരെല്ലാം ഏകസ്ഥ ജീവിതം ജീവിക്കുന്നവരെന്ന് പറയരുത്. വിവാഹം ചെയ്യാത്തവരെല്ലാവരും ഏകസ്ഥരല്ല. ദൈവത്തിന് സ്വയം സമർപ്പിച്ച് ജീവിത പങ്കാളിക്ക് ഈ ഭൂമിയിൽ കൊടുക്കേണ്ട സ്നേഹം ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുന്നവരാണ് ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ദൈവം എങ്ങനെയാണ് ഈ സംയോജിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? ഫരിസേയരുടെ കർത്താവ് പറയുന്നുണ്ട്, മോശയുടെ നിയമത്തിൽ പറഞ്ഞത് അങ്ങനെയാണെന്ന് നിങ്ങൾ പറയുന്നത്, പക്ഷേ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ രഹസ്യം അങ്ങനെ ആയിരുന്നില്ല. പരസ്പരം മരണത്തോളം ഒരുമിച്ച് ജീവിക്കാൻ, വിശ്വസ്തരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സ്ത്രീയും പുരുഷനും. ഇനി അടുത്ത വചനത്തിലേക്ക് നമുക്ക് നോക്കാം. ഉൽപ്പത്തി 2:25 എന്താ പറയുന്നത്? ഉൽപ്പത്തി 2:25 പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. എന്നാന്നേ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ? നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറൊരു ആശയം കൂടിയുണ്ട്. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിനക്ക് തരാൻ തയ്യാറല്ല. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഒറ്റ ആൾക്കേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ തന്നെ കവർ ചെയ്ത് വെക്കുന്നൊരു കാര്യമുണ്ട്. ഇനി പക്ഷേ ആദോ ഹവ്വായും പരസ്പരം നഗ്നരായിരുന്നിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാണം തോന്നിയില്ല. വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞാലും അവിടെ നാണം തോന്നാതിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്തുകൊണ്ട് അവർ ഉടുക്കാൻ കൊണ്ടുവരായിരുന്നു, അല്ലേ? എന്നിട്ട് അവർക്ക് ഈ ജിജി തോന്നിയില്ല. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ പരിശുദ്ധി ഉണ്ടായിരുന്നു. അവർ ആദം ഹവ്വായെ നോക്കുമ്പോൾ ഹവ്വായ്ക്ക് എന്ത് തോന്നി? കാലമോടെ നോക്കുന്നത് കണ്ടില്ലേ എന്നാണോ ചിന്തിച്ചേ? ദൈവം ഹവ്വായെ നോക്കുന്നത് പോലെയാണ് ആര് ഹവ്വായെ നോക്കിയത്? ആദം ഹവ്വായെ നോക്കിയത്. ആദം ഹവ്വായെ നോക്കിയപ്പോൾ ഹവ്വായ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ആദം എന്നെ ഉപയോഗിക്കുന്ന ഒരാളല്ല, ആദം എന്നെ തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ദുരുപയോഗിക്കത്തില്ല. ആദത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധമാണ്. ദൈവം തൻ്റെ മകളായിട്ട് എന്നെ കാണുന്ന അതേ പരിശുദ്ധിയോടുകൂടിയാണ് ആദം എന്നെ കാണുന്നത്. അതിൽ യാതൊരു കളങ്കവുമില്ല. അവർ തമ്മിലൊരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വയ്ക്കാനൊന്നുമില്ല. പരസ്പര വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീക്കൊരു അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യും, ഒരു അസ്വസ്ഥത. എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. എന്തൊരു വായ്നോട്ടാടാവേ, അല്ലേ? എന്താ നമ്മൾ ഈ വായ്നോട്ടം എന്ന് പറയുന്ന സാധനം എന്നാ? മറ്റൊരു സ്ത്രീയെ അഭിലാഷത്തോടെ, അല്ലേ, ആസക്തിയോടെ നോക്കുന്നതിനാണ് ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ വായ്നോട്ടം എന്ന് നമ്മൾ പറയുന്നത്. അത് ആണുങ്ങൾക്ക് മാത്രമുള്ള പരിപാടിയല്ല, സ്ത്രീകൾ നന്നായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അല്ലേ? ആണുങ്ങൾ നോക്കുന്ന പോലെയല്ല ഒരുപക്ഷെ സ്ത്രീകൾ നോക്കുന്നതേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ സ്ത്രീകളായിട്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആസക്തിയോടെ നോക്കുന്നതിന് പകരം പരിശുദ്ധമായിട്ട് ഒരു വിശുദ്ധ പെലാജിയയെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തിരുനാളിനോടനുബന്ധിച്ച് ഒത്തിരി ബിഷപ്പുമാർ അണിനിരന്നൊരു പ്രദക്ഷിണം ഇങ്ങനെ പോകുവാണ്. അപ്പോൾ അവരുടെ മുൻപിൽ വളരെ മ്ലേച്ഛമായിട്ട് വസ്ത്രം ധരിച്ച ഒരു വേശ്യയായ സ്ത്രീ നിൽക്കുവാണ്. അപ്പോൾ ഈ ബിഷപ്പുമാരെല്ലാവരും പ്രലോഭിപ്പിക്കപ്പെടാതിരിക്കേണ്ടതിന് ആ വ്യക്തിയിൽ നിന്ന് മുഖം തിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബിഷപ്പ് മാത്രം ആ വ്യക്തിയിൽ നിന്ന് മുഖം തിരിച്ചില്ല. ബിഷപ്പ് നോനസ് ആ വ്യക്തിയെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ വളരെ മനോഹരമായൊരു സൃഷ്ടി, ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും തന്നിൽ നിന്ന് മുഖം മറച്ചിട്ടും ഈ സ്ത്രീക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഈ ബിഷപ്പ് തന്നെ പരിശുദ്ധിയോടുകൂടി നോക്കിയത് കണ്ടപ്പോൾ ആ സ്ത്രീക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല.
ഈ സ്ത്രീ തൻ്റെ പരിശുദ്ധിയെ മോശമാക്കുന്നത് കണ്ട ബിഷപ്പ് അവിടെ കരയുന്നുണ്ട്. ഈ ബിഷപ്പ് ഇതുവരെ ഒരു പുരുഷനും തന്നെ ഇതുപോലെ നോക്കിയിട്ടില്ല, ഇത്ര പരിശുദ്ധിയോടുകൂടി ഒരു പുരുഷൻ പോലും തന്നെ നോക്കിയിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ സ്ത്രീ അവിടെ വാവിട്ട് നിലവിളിക്കുകയാണ്. എന്നിട്ട് ഈ സ്ത്രീ പിന്നീട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധ പെലാജിയ എന്നറിയപ്പെടുന്ന സ്ത്രീയായിട്ട് മാറി. ചിലപ്പോഴുള്ളവരെ, ഒരാൾ എന്നെ നോക്കുമ്പോൾ ഗൂഢോദ്ദേശം ഉണ്ടെന്നേ അത്യാവശ്യമൊക്കെ നമുക്ക് തിരിച്ചറിയാം. നോട്ടം അത്ര ശരിയല്ല അല്ലേ? അപ്പം ആദം ഹവ്വായെ നോക്കിയത് സ്വാർത്ഥപരമായൊരു ഉദ്ദേശത്തോടെയോ ലൈംഗിക ചൊവ്വയോടെയോ എനിക്ക് നിന്നെ വേണം, എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കാനുണ്ട് എന്ന ഒരു അജണ്ടയോടുകൂടി അല്ല ആദം ഹവ്വായെ നോക്കിയത്. ആദത്തിൻ്റെ മേൽ പൂർണ്ണമായ വിശ്വാസം ഹവ്വയ്ക്കുണ്ടായിരുന്നു. ഹവ്വ ആദത്തിനെ നോക്കുമ്പോഴും ആദത്തിന് മനസ്സിലായി അവളുടെ ഇഷ്ടം നടപ്പാക്കാനും അവളുടെ താല്പര്യം നടപ്പാക്കാനുമായിട്ടല്ല അവൾ എന്നെ നോക്കുന്നത്, അവൾ ദൈവം എന്നെ കാണുന്നത് പോലെയാണ് അവൾ എന്നെ കാണുന്നത്. അതാണ് ആ ഒരു ഒറിജിനൽ ഇന്നസെൻസ്. അവർ തമ്മിലുള്ള നിഷ്കളങ്കതയുടെ ബ്യൂട്ടി എന്ന് പറയുന്നതായിരുന്നു. അവർ പരസ്പരം നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല, കാരണം അവർക്ക് മറച്ചു വയ്ക്കാൻ ഒന്നും ഉണ്ടായില്ല. കാരണം യഥാർത്ഥമായ സ്നേഹത്തിൽ ഭയമില്ല. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, യഥാർത്ഥ സ്നേഹത്തിൽ ഭയമില്ല. ഹല്ലേലൂയ. മടുത്തോ? 2 മിനിറ്റും കൂടി നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. പക്ഷേ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് അശുദ്ധമായ ബന്ധങ്ങളിലേക്കും അനാവശ്യമായ കൂട്ടുകെട്ടുകളിലേക്കും ലൈംഗിക വൈകൃതങ്ങളിലേക്കും ഇന്നത്തെ കാലഘട്ടം നീങ്ങുന്നത്. ശരീരത്തിൻ്റെ സ്വഭാവവും പരിശുദ്ധിയും തിരിച്ചറിയാത്തത് കൊണ്ട്. അപ്പോൾ ഈ പരിശുദ്ധി അവർക്കുള്ളത് കൊണ്ട് ഹവ്വായ്ക്ക് ആദത്തിനെ പേടിയാണോ? അല്ല, ഹവ്വായ്ക്ക് ആദത്തിനെ പേടിയില്ല. കാരണം അവൻ എന്നെ ഉപദ്രവിക്കില്ലെന്ന് ഹവ്വായ്ക്ക് അറിയാം. ആദത്തിന് ഹവ്വായിനെ പേടിയാണോ? ഇല്ല. പിന്നെ ഞാൻ എന്തിനാ എന്നെ തന്നെ പൊതിഞ്ഞു പിടിക്കണേ? എന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? ഇല്ല, എന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്നില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസം പിന്നീട് നഷ്ടപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി 3:7 എടുത്തേ. ഉൽപ്പത്തി 3:7. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. പാപം ചെയ്യുന്നോടം വരെ മനുഷ്യന് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്താണ് ട്രൂ ഫ്രീഡം? ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വാതന്ത്ര്യത്തെ വിളിക്കുന്ന പേര് എനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം, എനിക്ക് തോന്നുന്നത് ചെയ്യണം, എനിക്കിഷ്ടമുള്ളത് വേണം, എനിക്കിഷ്ടമുള്ളത് സംസാരിക്കണം, എനിക്കിഷ്ടമുള്ളിടത്ത് പോകണം, എനിക്കിഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിക്കണം, എല്ലാം എൻ്റെ ഇഷ്ടത്തിനത് നടക്കണം. ഇതിന് നമ്മൾ മലയാളത്തിൽ ശരിക്കും ഫ്രീഡം എന്ന് പറയില്ല, പിന്നെ എന്ത് പറയും? തോന്നിയാസം അല്ലേ? തോന്നിയതുപോലെ ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹം. എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഫ്രീഡം? വാട്ട് ഈസ് ട്രൂ ഫ്രീഡം? എല്ലാത്തിൻ്റെയും മീതെ യെസ് ഓർ നോ പറയാൻ എനിക്ക് പറ്റണം. ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന ഈ ഗ്ലാസ്സിലെ വെള്ളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ഇഷ്ടമുള്ള വെള്ളമാണെന്നിരിക്കട്ടെ. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് കുടിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയുന്നു. എന്നാൽ എനിക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണെങ്കിൽ പോലും ഇതിനോട് നോ പറയാനും എനിക്ക് പറ്റണം. യെസ് പറയാനും നോ പറയാനും എനിക്ക് പറ്റുന്നിടത്താണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. എനിക്ക് ഫോൺ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കാം, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കാം. അപ്പോൾ ഞാൻ പറയും എനിക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൺ യൂസ് ചെയ്യാനും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാനും എനിക്ക് പറ്റണം. എന്നാൽ എനിക്ക് ട്രൂ ഫ്രീഡം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എനിക്ക് വേണ്ട, എനിക്ക് നോ എന്ന് അതിനോട് പറയാനും എനിക്ക് പറ്റണം. അപ്പോൾ മനുഷ്യന് തൻ്റെ ആദ്യ പാപത്തിന് മുൻപ് തൻ്റെ ആസക്തികളുടെ മേൽ ഈ ഒരു നിയന്ത്രണം, ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സെൽഫ് മാസ്റ്ററി, യഥാർത്ഥ സ്വാതന്ത്ര്യം അവനുണ്ടായിരുന്നു. നോ പറയാൻ അവന് പറ്റുമായിരുന്നു. അനാവശ്യമായിട്ടുള്ള തൻ്റെ എല്ലാ ആസക്തികളെയും മാറ്റി നിർത്താൻ മനുഷ്യന് സാധിക്കുമായിരുന്നു. പക്ഷേ ഇനി ശ്രദ്ധിച്ചോ, പാപം ചെയ്തത് വഴി മനുഷ്യൻ തൻ്റെ മനുഷ്യൻ എന്ന തലത്തിൽ നിന്നും മൃഗങ്ങളുടെ തലത്തിലേക്ക് വീണുപോയി. ഇപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ആസക്തികളെ നിയന്ത്രിക്കാൻ അവന് പറ്റുന്നില്ല. മൃഗങ്ങളെല്ലാം തോന്നലിൽ നിന്നാണ്. വിശക്കുന്നു എന്ന് തോന്നുമ്പോഴത്തേക്കും എന്തിനെല്ലാം കൊന്നു ഭക്ഷിക്കും. ഇണ ചേരണമെന്ന് തോന്നുമ്പോഴത്തേക്കും ഒരു ഇണയെ കണ്ടെത്തി രമിക്കാൻ ശ്രമിക്കും. അതുപോലെ മനുഷ്യനും ആ മനുഷ്യൻ്റെ കൃപയിൽ നിന്നും താഴെ വീണ് മൃഗങ്ങളുടെ തലത്തിലേക്ക് ഇൻസ്റ്റിങ്സ് എന്തു തോന്നുന്നോ അതപ്പം ചെയ്യണം. അത്തരമൊരു ലെവലിലേക്ക് മനുഷ്യൻ അധപതിച്ചു പോയി. ഇപ്പോൾ ഹവ്വായ്ക്ക് ആദത്തിനെ പേടിയാണ്, അതുകൊണ്ട് ഹവ്വ തന്നെ പൊതിഞ്ഞു പിടിക്കുവാണ്. ഇപ്പോൾ ആദത്തിൻ്റെ ഉദ്ദേശം ശരിയല്ല, അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവൻ എന്നെ കാണുന്നത് വേറെ കണ്ണോടുകൂടിയാണ്. അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ എന്നെ ഉപയോഗിക്കും, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ എന്നെ ദുരുപയോഗിക്കും. ഹവ്വ തന്നെ പൊതിഞ്ഞു. ആദം നോക്കി, ഹവ്വായും ഇത്രയും നേരം കണ്ടതുപോലെയല്ല എന്നെ കാണുന്നത്. ഹവ്വ എന്നെ കാണുന്നത്
എന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിലും സ്വാർത്ഥതയുടെ പേരിലുമൊക്കെ ആ ഹവ്വ എന്നെ കാണുന്നത്. അതുകൊണ്ട് അവൾ എന്നെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. ഭയം കയറി വന്നു, സ്വാതന്ത്ര്യം, സേഫ്റ്റി, സെക്യൂരിറ്റി, വിശ്വസ്തതയൊക്കെ നഷ്ടപ്പെട്ടു. മനുഷ്യൻ പൊതിഞ്ഞു പിടിച്ചു. ഇതാണ് ഷെയിം. ലജ്ജ കടന്നു വന്നു മനുഷ്യനിലേക്ക്. മറ്റൊരാളെ എൻ്റെ സുഖത്തിന് വേണ്ട ഒബ്ജക്റ്റ് എന്നതുപോലെ മനുഷ്യൻ കാണാൻ തുടങ്ങി. ഇനി ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. സ്നേഹിക്കുവാനും സ്വയം സ്നേഹത്തിൻ്റെ ഫലമായി സ്വയം സമ്മാനമായിട്ട് കൊടുക്കുവാനുമുള്ളൊരു സ്നേഹത്തിൻ്റെ സ്വഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാനും എൻ്റെ സ്നേഹം സ്വീകരിക്കാനും ആരെങ്കിലും വേണം. അതുകൊണ്ടാണ് ചേർന്ന ഇണയെ കൊടുത്തത്. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും പറയരുത് എല്ലാ സ്ത്രീകളും എനിക്ക് ചേർന്ന ഇണയാണ്, അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് പറയരുത്. അല്ലേ? നമ്മുടെ ചേർന്ന ഇണയെ കണ്ടെത്താൻ ദൈവത്തോട് കൂട്ടുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. എൻ്റെ സ്നേഹം സ്വീകരിച്ച് അതേ സ്നേഹം ദൈവത്തോട് ചേർന്ന് നിന്ന് എനിക്ക് തരാൻ സാധിക്കുന്ന എനിക്ക് വേണ്ട ഇണയെ ഞാൻ കണ്ടെത്തണം. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് ഈ ഒരു ശരീരത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും പ്രയാസപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? ഒരു കാലത്തൊക്കെ കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രേമവും പ്രണയവും ഒക്കെ. പിന്നീട് ഇതിപ്പോൾ വന്നു 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ ഇഷ്ടവും പ്രേമവും പ്രണയവും ഒക്കെ ആകാൻ തുടങ്ങി. ഇനി ഞാൻ ഒരു വ്യക്തിയോട് സ്നേഹബന്ധത്തിലാകുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലാകുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? വൈവാഹികമായിരിക്കണം. ഒരു വ്യക്തിയോടൊരു പ്രേമബന്ധം പോലെ എനിക്കൊരു സ്നേഹബന്ധത്തിൻ്റെ ലക്ഷ്യം വൈവാഹികമാണെങ്കിൽ ഞാൻ ഓരോ വ്യക്തിയിലും തിരയേണ്ടത്, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ തിരയേണ്ടത് എനിക്ക് ചേർന്ന ഇണയെയാണ്. ഇനി ഒരാൾ എപ്പോഴാണ് വിവാഹം കഴിക്കാൻ റെഡിയാകുന്നത്? എൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ലക്ഷ്യം വിവാഹമാണെങ്കിൽ ഞാൻ ആ സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പരിശ്രമിക്കേണ്ടതോ ഞാൻ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയെ കണ്ടെത്തേണ്ടതോ ഞാൻ വിവാഹം കഴിക്കാൻ റെഡിയാകുമ്പോഴാണ്. ഞാൻ എപ്പോഴാണ് വിവാഹം കഴിക്കാൻ റെഡിയാകുന്നത്? ഭർത്താവാണെങ്കിൽ ഒരപ്പനാകാൻ ഞാൻ റെഡിയാകുന്നിടത്ത്, എൻ്റെ ഭാര്യയെ ജീവൻ കൊടുത്തും ഞാൻ സംരക്ഷിക്കാൻ റെഡിയാണെന്ന് പറയുന്നിടത്ത്. ആൺകുട്ടികളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാ. ആൺകുട്ടികൾ തങ്ങളുടെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്, പുരുഷന്മാർ തങ്ങളെ തന്നെ ബലിയായിട്ട് കൊടുക്കുന്നവരാണ്. അതാണ് ഒരു പുരുഷനും ആൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. ബോയ് ആൻഡ് എ മാൻ. ഒരു ഗേൾ ആൻഡ് എ വുമൺ തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു ഗേൾ തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ താല്പര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ. ഒരു വുമൺ സ്വയം ബലിയായി തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരാൾ. ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തുമ്പോഴാണ് വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത്. അതിനൊരു സാമാന്യബോധമെങ്കിലും വരട്ടെ എന്ന് ഓർത്തിട്ടാണ് ഗവൺമെൻറ് 18, 21 വയസ്സെന്നൊക്കെയുള്ള പ്രായമൊക്കെ വെച്ചേക്കുന്നത്, മിനിമം ഒക്കെ ആയിട്ട്. ഇനി ആ ഒരു ലെവലിലേക്ക് ഞാൻ വിവാഹം ചെയ്യാൻ റെഡിയാകുമ്പോൾ ഞാൻ അമ്മയാകാൻ റെഡിയാണ്, ഭാര്യയാകാൻ റെഡിയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ്. ഇനി 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ 10ലും +1ലും പഠിക്കുന്ന പിള്ളേർ, അവർ വിവാഹം കഴിക്കാൻ റെഡിയാണോ? അല്ല. എന്നാൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവർ ഇനിയും വിവാഹം കഴിക്കാൻ ഏകദേശം 8, 10, 15 വർഷത്തോളം മിച്ചം കിടക്കുക. ഈ 15 വർഷത്തോളം തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് എത്രമാത്രം പറ്റും? ഒരു ചെങ്കുത്തായ പാറയുടെ മേളിൽ കയറി ഇങ്ങനെ നിന്നിട്ട് ഞാൻ താഴെ പോകാതെ എന്നെ തന്നെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെയാണ് 5ലും 6ലും 7ലും 8ലും 10ലും 11ലും 12ലും ഒക്കെ പഠിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ പ്രേമബന്ധത്തിലേക്കും പ്രണയബന്ധത്തിലേക്കും പോകും. വിവാഹം കഴിക്കാൻ റെഡിയല്ല, തയ്യാറായിട്ടില്ല, റെഡി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനും യഥാർത്ഥമായ സ്നേഹത്തിൽ നിലനിൽക്കാനും അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് സഭ പറയുന്നത്, വചനം പറയുന്നത് സമയമാവുന്നതിന് മുമ്പേ ഉത്തമഗീതം, സമയമാവുന്നതിന് മുമ്പേ നിൻ്റെ പ്രേമത്തെ നീ ഉണർത്തരുത്. കാരണം നീ അപ്പനാകാൻ റെഡിയായിട്ടില്ല, അമ്മയാകാൻ റെഡിയായിട്ടില്ല, ഭർത്താവാകാൻ റെഡിയായിട്ടില്ല, ഭാര്യയാകാൻ റെഡിയായിട്ടില്ല. ഭർത്താവായാൽ ഭാര്യനെ ടേക്ക് കെയർ ചെയ്യണം, ചെലവിനും കൊടുക്കാൻ റെഡിയായോ? ഭാര്യയായ നീ ആ വ്യക്തിയുടെ സ്നേഹം സ്വീകരിച്ചൊരു കുടുംബത്തെ ബിൽഡപ്പ് ചെയ്യാൻ റെഡിയാകണം. ഇതൊന്നും ഇല്ലാതെയല്ല നീ പ്രേമിക്കാൻ പോകേണ്ടത്. നിനക്കൊരാളോട് സ്നേഹം തോന്നി നീ ഒരാളിൽ ഇണയെ തിരയുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നീ റെഡിയായിരിക്കണം. അവിടെയാണ് നിനക്ക് ചേർന്ന ഇണയെ നീ കണ്ടെത്തേണ്ടതും തിരയേണ്ടത്. അതിപ്പോൾ മാട്രിമോണിയിലൂടെ ആണെങ്കിലും നീ കണ്ടെത്തുന്ന വ്യക്തിയിലൂടെ ആണെങ്കിലും ദൈവഹിതത്തോട് ചേർത്ത് നിർത്തി വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ അവിടെയാണ് ശരീരത്തിൻ്റെ പരിശുദ്ധിയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ പരിശുദ്ധിക്ക് എതിരെ നിൽക്കുന്നതെല്ലാം ദൈവിക സ്വഭാവത്തിനെതിരെ നിൽക്കുന്നതാണ്. ഇത് ലംഘിക്കപ്പെടുന്നിടത്ത് നമ്മുടെ ജീവിതങ്ങൾ മുറിയപ്പെടുന്നു.